ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഞാൻ ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നുണ്ടാവും, അതിന്റെ മേലെ എന്റെ ഒരു തോട്ട് പ്രോസസ് അപ്ലൈ ചെയ്യുന്നുണ്ടാകും. അപ്പൊ എനിക്ക് ലഭിക്കുന്ന എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലി എന്താണ്, എന്റെ ചിന്തകളിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു അമാൽഗമേഷൻ ആയിരിക്കും എന്റെ തോട്ടുകൾ. ഇതിന്റെ ഈ പ്രോസസ്സിനെ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാര്യമായിട്ട് ആക്സിലറേറ്റ് ചെയ്തു. ഇതിന്റെ പരിണിത ഫലമാണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റീം എഞ്ചിനാന്ന് പറഞ്ഞു, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇലക്ട്രിസിറ്റി ആണെന്ന് പറഞ്ഞു, തേർഡ് ICT റവല്യൂഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോട് കൂടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇനി നമ്മൾ അറിയേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ടെക്നോളജി അല്ല, ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ ടെക്നോളജികളാണ്. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചെറുതായിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഐ ബെഗ് ടു ഡിഫർ. എനിക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തേത്,